ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ RC സർക്യൂട്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഇക്വേഷൻ. നമുക്ക് ഔട്ട്പുട്ട് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് കേസസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കേസസിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് ഇക്വേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് കണ്ടുപിടിക്കണം. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് RC സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് വി എന്തായിരിക്കും VI ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും VI ആണ്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും V0 ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്നത് I ആണ്. ഫസ്റ്റ് ഔട്ട്പുട്ട് ഇക്വേഷൻ ഞാൻ കണ്ടുപിടിക്കുന്നത് യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് വെച്ചിട്ടാണ്. ഓക്കെ, യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ വി ഔട്ടിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ എന്തായിരിക്കും, ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാണ്, ഇതിലേക്ക് KVL അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഹിയർ എന്തായിട്ട് മാറും VI എന്ന് പറയുന്നത് എന്തായിരിക്കും ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഇവിടെ എന്തായിരിക്കും വരുന്നത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് 1/C ഇൻറ്റു എന്തായിരിക്കും വരുന്നത് ഇന്റഗ്രൽ I ഇൻറ്റു dt. ഓക്കെ, 1/C ഇൻറ്റു ഇന്റഗ്രൽ I ഇൻറ്റു dt പ്ലസ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത് പ്ലസ് എന്തായിരിക്കും I ഇൻറ്റു R. ഓക്കെ, പ്ലസ് എന്താ VI is equal to 1/C ഇൻറ്റു ഇന്റഗ്രൽ I dt പ്ലസ് I ഇൻറ്റു R എന്നാണ് വന്നത്. സോ ദെൻ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ടേക്കിംഗ് ഡിഫറൻസിയേഷൻ. ഇതിന്റെ എന്ത് ചെയ്യായിരിക്കും, ഡിഫറൻസിയേഷൻ എടുക്കുകയാണ്. സോ ടേക്കിംഗ് ഡിഫറൻസിയേഷൻ, ഡിഫറൻഷിയേറ്റ് ദ ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എന്തിലായിരിക്കും, വിത്ത് റെസ്പെക്ട് ടു T. വിത്ത് റെസ്പെക്ട് ടു T ഞാൻ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. വി നോ ദാറ്റ് നമ്മൾ എന്താണ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. സോ സ്റ്റെപ്പ് ഇൻപുട്ട് മീൻസ് എന്തായിരിക്കും വിത്ത് ആൻ വോൾട്ടേജ് ഓഫ് എന്തായിരിക്കും V. ഓക്കെ, വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് V ഉള്ള ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. സോ VI എന്ന് പറയുന്നത് എന്തായിരിക്കും V ആണ്. സോ V എന്ന് പറയുന്നത് എന്തായിരിക്കും, VI എന്ന് പറയുന്ന V ആണ്. V ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ കോൺസ്റ്റന്റ് വാല്യൂന്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, 0. സോ 0 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 1/C ഇൻറ്റു ഇന്റഗ്രൽ I dt. ദാറ്റ് ഈസ് d/dt ഓഫ് എന്തായിരിക്കും 1/C ഇൻറ്റു ഇന്റഗ്രൽ I dt പ്ലസ് എന്തായിരിക്കും I that is പ്ലസ് എന്തായിരിക്കും, that is here ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് then d/dt ഓഫ് I ഇൻറ്റു R. സോ ഹിയർ 1/C കോൺസ്റ്റന്റ് നമുക്ക് ഡിഫറൻസിയേഷന്റെ പുറത്തെടുക്കാം. സോ d/dt ഓഫ് ഇന്റഗ്രൽ I dt ഇറ്റ് വിൽ ബിക്കം എന്തായിട്ട് മാറും I. സോ 0 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 1/C കോൺസ്റ്റന്റ് പുറത്തെടുത്തു d/dt ഓഫ് ഇന്റഗ്രൽ I dt. ദാറ്റ് ഈസ് d/dt ഡിഫറൻസിയേഷൻ ഓഫ് ആൻ ഇന്റഗ്രൽ വിൽ ബി I. സോ എന്തായിരിക്കും d/dt ഓഫ് എന്തായിരിക്കും ഇന്റഗ്രൽ I dt എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത് I തന്നെയായിരിക്കും വരുന്നത്. പ്ലസ് എന്തായിരിക്കും വരുന്നത് ഹിയർ R കോൺസ്റ്റന്റ് അതും പുറത്തെടുത്തു. പ്ലസ് എന്തായിരിക്കും വരുന്നത് d/dt ഓഫ് I. ദാറ്റ് ഈസ് ഇതിന്റെ d/dt ഓഫ് എന്തായിരിക്കും വരുന്നത് R ഇൻറ്റു d/dt ഓഫ് I. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്തത് ഇക്വേഷൻ കിട്ടിയത്. ദാറ്റ് ഈസ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ദ ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു Tയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 0 ഈസ് ഈക്വൽ ടു 1/C I പ്ലസ് എന്താണ് R ഇൻറ്റു di/dt എന്നാണ് കിട്ടിയത്. സോ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ആറിനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ ഹിയർ ഞാൻ ആറിനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്തായിട്ടേ ഉള്ളൂ di/dt ഉള്ളൂ. സോ di/dt ആറിനെ കോമൺ ആയിട്ട് എടുക്കുകയാണെ R ഇൻറ്റു di/dt. ഈ ടേമിൽ നിന്ന് R എടുക്കുമ്പോൾ പ്ലസ് 1/RC ആവും. ഓക്കെ, പ്ലസ് 1/RC വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ R ഇൻറ്റു di/dt പ്ലസ് 1/RC 0. സോ ഹിയർ R എന്തായിട്ട് മാറും di/dt പ്ലസ് 1/RC ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും di/dt that is di/dt plus I/RC. ഓക്കെ, ഇവിടെ I ഉണ്ട്. സോ I/RC ഈസ് ഈക്വൽ ടു എന്താണ് 0 ആണ്. ദെൻ ഞാനിവിടെ d/dt എന്ന് പറയുന്നത് എനിക്ക് ക്യാപിറ്റൽ D ആയിട്ട് റെപ്രസെന്റ് ചെയ്തൂടെ. ദാറ്റ് ഈസ് d/dt എന്ന് പറയുന്നത് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ D. സോ എന്തായിരിക്കും di പ്ലസ് എന്തായിരിക്കും വരുന്നത് I/RC
which is equal to 0. So here ഞാൻ I ഇനി കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ d plus 1 by RC into I is equal to എന്തായിരിക്കും 0. Okay, into I is equal to എന്തായിരിക്കും 0. So ഞാൻ ഇനി എന്താ ചെയ്യുന്നത് d plus 1 by RC into I is equal to 0. So ഈ ഇക്വേഷൻ that is roots of this equation എന്തായിരിക്കും, that is എന്തായിരിക്കും വരുന്ന d plus 1 by RC is equal to 0, that is d is equal to minus 1 by RC, taking this root as m1. അപ്പൊ ഇതിനെ ഞാൻ m1 എന്ന റൂട്ട് ആയിട്ടാണ് എടുക്കുന്നത്. മൈനസ് 1 by RC m1 എന്ന് പറയുന്ന എന്തായിട്ട് എടുക്കുന്നു, റൂട്ട് ആയിട്ട് എടുക്കുന്നു. Then the solution for this equation, solution for this equation നമ്മൾ ഡിഫറൻസിയേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. So solution for this equation എന്ന് പറയുന്നത് എന്തായിരിക്കും, that is I of t is equal to constant c1 into e raised to എന്തായിരിക്കും മൈനസ് m1 t പ്ലസ് c2 into വേറെ റൂട്ട് ഉണ്ടെങ്കിൽ e raised to മൈനസ് m2 t. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോമിന്റെ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ സൊല്യൂഷൻ, ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ബിക്കം, സൊല്യൂഷൻ എന്തായിട്ട് മാറും, സൊല്യൂഷൻ ബിക്കംസ് ദാറ്റ് ഈസ് ഇവിടെ എന്തായിരിക്കും d plus 1 by RC, ദാറ്റ് ഈസ് എന്തായിരിക്കും വരുന്നത് I of t equal to, നമുക്കിവിടെ എത്ര റൂട്ട് ഉണ്ടോ ഒരു റൂട്ടേ ഉള്ളൂ. സോ c1 into e raised to മൈനസ് m1 into t. m1 എന്ന് പറയുന്ന റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് എന്താ കിട്ടിയത് മൈനസ് 1 by RC. സോ മൈനസ് 1 by RC into എന്തായിരിക്കും വരുന്നത് t, that is എന്തായിരിക്കും മൈനസ് t by RC. സോ I of t is equal to c1 into e raised to m1x plus c2 into e raised to m2x. So here m1 എന്ന് പറയുന്ന മൈനസ് 1 by RC. സോ ഹിയർ എന്തായിരിക്കും c1 into e raised to m minus 1 by RC into t. t എന്ന് പറയുന്നത് എന്താ t. So e raised to minus t by RC. So I of t ന്റെ ഇക്വേഷൻ എന്താ കിട്ടി, c1 into e raised to minus t by RC എന്നാണ് കിട്ടിയത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഈ കോൺസ്റ്റന്റ് c1 എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ദിസ് വിൽ ബി അവർ ഇക്വേഷൻ 2. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ നിന്ന് കോൺസ്റ്റന്റ് c1 എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഇനിഷ്യൽ കണ്ടീഷൻസ്, സർക്യൂട്ടിലേക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. സോ അറ്റ് ഇനിഷ്യൽ കണ്ടീഷൻ ഓക്കെ, വി നോ ദാറ്റ് അറ്റ് ഇനിഷ്യൽ കണ്ടീഷൻ t എന്താണ്, 0 ആണ്. അപ്പൊ അറ്റ് ഇനിഷ്യൽ കണ്ടീഷനിലാവുമ്പോ t എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. t 0 ആവുമ്പോൾ നമ്മൾ നേരത്തെ നോക്കി, t 0 ആവുമ്പോൾ വോൾട്ടേജ് ദാറ്റ് ഈസ് കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. ഇനിഷ്യലി കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. സോ വോൾട്ടേജ് അക്രോസ് ദിസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ 0 ആയിരിക്കും. സോ അതെന്തായിട്ട് മാറും, ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മാറും. സോ നമ്മുടെ ഡയഗ്രാം എങ്ങനെ ചേഞ്ച് ആവും, ദാറ്റ് ഈസ് അത് ഇനിഷ്യൽ കണ്ടീഷൻ അസ്യൂം ചെയ്യാണ്. എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ അസ്യൂം ചെയ്യുന്നത്, നമുക്ക് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, R VI of t, this will be V0 of t and this will be I of t. ഓക്കെ, അപ്പോ അറ്റ് ടി ഇനിഷ്യൽ കണ്ടീഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് c1 കോൺസ്റ്റന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഹിയർ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഐ ഓഫ് ടി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഐ ഓഫ് ടി ഇൻറ്റു 0. ഹിയർ എന്തായിരിക്കും, ദാറ്റ് ഈസ് വി ഐ ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ കണ്ടീഷൻ ആണ് ഐ ഓഫ് ടി ഇൻറ്റു ആർ ആണ്. വി നോ ദാറ്റ് അറ്റ് ഇനിഷ്യൽ കണ്ടീഷൻ ആണ് അസ്യൂം ചെയ്ത. സോ ടി എന്താണ്, 0 ആണ്. സോ എന്തായിരിക്കും വരുന്നത്, വി നമ്മൾ എപ്പോഴും ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്ത് തന്നെയാണ്, സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് വി, സോ ഇറ്റ് വിൽ ബി വി തന്നെയാണ്. വി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഐ ഓഫ് 0 ഇൻറ്റു എന്തായിരിക്കും ആർ. സോ ഫ്രം ഹിയർ ഐ ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും, വി ബൈ ആർ. സോ ഐ ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും വന്നത്, വി ബൈ ആർ ആണ് നമുക്ക് എന്ത് കിട്ടിയത്, ഐ ഓഫ് 0. അപ്പൊ ഐ ഓഫ് 0 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, വി ബൈ ആർ ആണ് നമുക്ക് കിട്ടിയത്. ദെൻ അപ്പൊ ഐ ഓഫ് 0 ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ദിസ് വിൽ ബി അവർ ഇക്വേഷൻ 3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 3. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഇക്വേഷൻ 2ൽ നിന്ന്, ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. ഈ ഇക്വേഷൻ 2ലേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇക്വേഷൻ 2ലേക്ക് നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിയർ ഐ ഓഫ് 0 ഈക്വൽ ടു എന്തായിരിക്കും, ഇനിഷ്യൽ കണ്ടീഷൻ, ഈ ഇക്വേഷൻ 2ൽ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് മാറും, ഐ ഓഫ് 0 ദാറ്റ് ഈസ് ഐ ഓഫ് ടി, ടി ഈസ് ഈക്വൽ ടു 0. സോ ഐ ഓഫ് 0 ഇൻറ്റു c1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ആർ സി അറ്റ് ടി ഈസ് ഈക്വൽ ടു 0, ഇ റൈസ് ടു 0. സോ ഇ റൈസ് ടു 0 1. അപ്പൊ ഐ ഓഫ് 0 ഈസ് ഈക്വൽ ടു c1. ഇനിഷ്യൽ കണ്ടീഷൻ അറ്റ് 2, ഇക്വേഷൻ 2ൽ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഐ ഓഫ് 0 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്, c1. ഓക്കെ,
ഐ ഓഫ് സീറോ എന്ന് പറയുന്നത് C1 ആണ്. സോ ഫ്രം ഇക്വേഷൻ 3 നമുക്ക് ഐ ഓഫ് സീറോന്റെ വാല്യൂ ഉണ്ട് V/R. സോ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ C1 എന്തായിരിക്കും കിട്ടുക? C1 ഈസ് ഈക്വൽ ടു V/R. ഓക്കെ, അപ്പൊ C1 എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുക? V/R എന്ന് നമുക്ക് കിട്ടി. സോ നമ്മളെ കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, മറ്റ് ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഐ ഓഫ് ടി എങ്ങനെ മാറും? ഐ ഓഫ് ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് C1ന്റെ വാല്യൂ, കോൺസ്റ്റന്റിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് ബൈ അപ്ലൈയിങ് ഇനിഷ്യൽ കണ്ടീഷൻ. അതെന്താ ചെയ്യുന്നത്? ഐ ഓഫ് ടി ദാറ്റ് ഈസ് എന്തായിരിക്കും? നമ്മുടെ എവിടെയാണ്? ഇക്വേഷൻ 2 അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു C1 എന്ന് പറയുമ്പോൾ V/R ഇൻറ്റു ഇ റൈസ് ടു മൈനസ് D/RC. ഓക്കെ, ഐ ഓഫ് ടി ഇൻറ്റു V/R ഇൻറ്റു ഇ റൈസ് ടു എന്തായിരിക്കും? മൈനസ് T/RC. ഓക്കെ, ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു V/R ഇൻറ്റു ഇ റൈസ് ടു മൈനസ് T/RC എന്നാണ് വന്നത്. അപ്പൊ ദിസ് വിൽ ബി അവർ ഇക്വേഷൻ ഓഫ് ഐ ഓഫ് ടി. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഐ ഓഫ് ടിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? കറന്റ് ഇക്വേഷൻ ആണ് ദാറ്റ് എക്സ്പോണൻഷ്യലി ഡിക്രീസസ് ത്രൂ ദ സർക്യൂട്ട്. സോ ദിസ് വിൽ ബി ദ ഇക്വേഷൻ ഓഫ് കറന്റ് ദാറ്റ് വിൽ ഡിക്രീസസ് എക്സ്പോണൻഷ്യലി ത്രൂ ദ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഐ ഓഫ് ടിന്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ സർക്യൂട്ടിലേക്ക് വി ഔട്ട് V0 ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐ ഓഫ് ടി ഇൻറ്റു ആർ. ദാറ്റ് ഈസ് V0 ഓഫ് ടി നമ്മൾ എടുത്തേക്കുന്നത് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. സോ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ റെസിസ്റ്റൻസ് വാല്യൂ ഇൻറ്റു കറന്റ് ഫ്ലോയിങ് ത്രൂ ദാറ്റ് റെസിസ്റ്റർ. സോ R ഇൻറ്റു ഐ ഓഫ് ടി, അതായിരിക്കും V0 ഓഫ് ടി എന്ന് പറയുന്നത്. സോ V0 ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V0 ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐ ഓഫ് ടി ഇൻറ്റു R. ഓക്കെ, നമുക്ക് ഇവിടെ ഐ ഓഫ് ടി അറിയാം. ഐ ഓഫ് ടി നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് V/R ഇൻറ്റു ഇ റൈസ് ടു മൈനസ് T/RC. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ഐ ഓഫ് ടി നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? V0 ഓഫ് ടി ഈസ് ഈക്വൽ ടു ഐ ഓഫ് ടി V/R. ഓക്കെ, ഇൻറ്റു ഇ റൈസ് ടു മൈനസ് T/RC ഇൻറ്റു എന്തായിരിക്കും വരുന്നത്? R. സോ R ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്, ക്യാൻസൽ ആയി പോയി. സോ V0 ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? V0 ഓഫ് ടി ഈസ് ഈക്വൽ ടു V ഇൻറ്റു ഇ റൈസ് ടു മൈനസ് T/RC. ഓക്കെ, വി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടിയത്? വി ഔട്ട് ഈസ് ഈക്വൽ ടു V ഇൻറ്റു ഇ റൈസ് ടു മൈനസ് T/RC എന്നാണ് കിട്ടിയത്. ഓക്കെ, സോ വി ഔട്ട് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും കിട്ടിയത്? V ഇൻറ്റു ഇ റൈസ് ടു മൈനസ് T/RC എന്നാണ് കിട്ടിയത്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത്? വി ഔട്ട് ഈസ് ഈക്വൽ ടു ബൈ അപ്ലൈങ് ഇത് നമ്മൾ എന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? V0 ഓഫ് ടി കിട്ടിയത്. സോ V0 ഓഫ് ടി ഈസ് ഈക്വൽ ടു V0 ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? V ഇൻറ്റു ഇ റൈസ് ടു മൈനസ് T/RC. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് ഔട്ട്പുട്ട് ഇക്വേഷൻ ബൈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് വഴി നമുക്ക് കിട്ടിയ V0 ഓഫ് ടി ആണ്. സോ ഹിയർ V0 ഓഫ് ടി ഈസ് ഈക്വൽ ടു V ഇൻറ്റു ഇ റൈസ് ടു മൈനസ് T/RC. സോ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്തെടുത്തു. സോ V0 ഓഫ് ടി ഈസ് ഈക്വൽ ടു V ഇൻറ്റു ഇ റൈസ് ടു മൈനസ് T/RC. ഓക്കെ, ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് വഴി നമ്മൾ സോൾവ് ചെയ്തെടുത്ത ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ എന്തായിരിക്കും? വെൻ സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ടു ഹൈ പാസ് RC സർക്യൂട്ട്. ഹൈ പാസ് RC സർക്യൂട്ടിലേക്ക് സ്റ്റെപ്പ് ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ ഉള്ള കേസാണ്. ഇനി നമ്മൾ ഈ സെയിം സാധനം തന്നെ ഇത് യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ സെയിം ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യുന്നു? വി ഔട്ടിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് അനുസരിച്ചിട്ട് നമുക്ക് വി ഔട്ട് കിട്ടി. വി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു V ഇൻറ്റു V എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. സോ V ഇൻറ്റു എന്തായിരിക്കും? ഇ റൈസ് ടു മൈനസ് T/RC എന്തായിരിക്കും? RC ആണ്. സോ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? വി ഔട്ടിന്റെ ഇക്വേഷൻ ഫോർ എന്തായിരിക്കും? സ്റ്റെപ്പ് ഇൻപുട്ട് ഇൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ്. ഇനി നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡ് വെച്ചിട്ടാണ്. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡ് വെച്ചിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു മെത്തേഡ് ഏതായിരുന്നു? ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് ആണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡ് ആണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡ് സെയിം ഈ ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ദാറ്റ് ഈസ്
ഇവിടെ വി ഐ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? വി ഐ ഓഫ് ടി എന്ന് പറയുന്നത് വി ഐ ഓഫ് എസ് ആവും. ഓക്കെ, വി ഐ ഓഫ് എസ് ആവും. ദെൻ കപ്പാസിറ്റർ ക്യാൻ ബി റിട്ടൺ ആസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ കപ്പാസിറ്റർ 1/SC. ദെൻ എന്തായിരിക്കും? റെസിസ്റ്റൻസ് ആർ തന്നെയാണ്. വി ഔട്ട് എന്ന് പറയുന്നത് വി സീറോ ഓഫ് എസും ഐ ഓഫ് എസും ആയിട്ടായിരിക്കും മാറുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുള്ളത്. വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ആർ സി. ഓക്കെ, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് ഇവിടെ നോക്കിക്കുക, വി ഐ ഓഫ് എസ് ദാറ്റ് ഈസ് വി KVL അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇൻപുട്ട് ലൂപ്പിലേക്ക് എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു? KVL അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. സോ വി ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/SC ഇൻറ്റു ഐ ഓഫ് എസ്. ഓക്കെ, 1/SC ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് എന്തായിരിക്കും? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് എന്തായിരിക്കും? ഐ ഓഫ് എസ് ഇൻറ്റു ആർ. സോ പ്ലസ് ഐ ഓഫ് എസ് ഇൻറ്റു എന്തായിരിക്കും വരുന്നത്? ആർ. അപ്പൊ വി ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/SC ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് ഐ ഓഫ് എസ് ഇൻറ്റു ആർ. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ ടേമിലും എന്ത് കോമൺ ആയിട്ടുണ്ട്? ഐ ഓഫ് എസ് കോമൺ ആയിട്ടുണ്ട്. സോ ഞാൻ ഐ ഓഫ് എസിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. സോ 1/SC പ്ലസ് എന്തായിരിക്കും വരുന്നത്? ആർ ഇൻറ്റു എന്ത് വരും? ഐ ഓഫ് എസ്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അപ്പൊ വി ഐ ഓഫ് എസ് കിട്ടി. ദെൻ ഇനി അടുത്ത് എന്തായിരിക്കും ചെയ്യുന്നത്? അപ്ലൈങ് KVL അറ്റ് ദ ഔട്ട്പുട്ട് ലൂപ്പ്. ഔട്ട്പുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഔട്ട്പുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വി സീറോ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. സോ വി സീറോ ഓഫ് എസ് ഇസ് ഈക്വൽ ടു കറണ്ട് ത്രൂ റെസിസ്റ്റർ ഐ ഓഫ് എസ് ആണ്. സോ ഐ ഓഫ് എസ് ഇൻറ്റു എന്തായിരിക്കും വരിക? ആർ ആണ് വരിക. സോ വി സീറോ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? ഐ ഓഫ് എസ് ഇൻറ്റു ആർ. അപ്പൊ വി സീറോ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ ഓഫ് എസ് ഇൻറ്റു ആർ എന്നായിരിക്കും വരിക. ഓക്കെ, ദെൻ എന്തായിരിക്കും ചെയ്യുന്നത്? ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്കറിയാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് വി സീറോ ഓഫ് എസ് ബൈ വി ഐ ഓഫ് എസ് ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് വി സീറോ ഓഫ് എസ് ഉണ്ട്. എന്താണ്? ഐ ഓഫ് എസ് ഇൻറ്റു ആർ. സോ എന്തായിരിക്കും വരുന്നത്? ഐ ഓഫ് എസ് ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരുന്നത്? ഐ ഓഫ് എസ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ ദിസ് വി ഐ ഓഫ് എസ് എന്ന് പറയുമ്പോൾ ഐ ഓഫ് എസ് ഇൻറ്റു ആർ പ്ലസ് 1/SC. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്തുണ്ട്? ഐ ഓഫ് എസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഐ ഓഫ് എസിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ വി സീറോ ഓഫ് എസ് ഡിവൈഡഡ് ബൈ വി ഐ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? ആർ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരുന്നത്? ആർ പ്ലസ് 1/SC. ഓക്കെ, ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് 1 എന്തായാലും വന്നത് SC എന്നാണ് വരുന്നത്. ഇനി ദെൻ ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ നിന്ന് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിൽ നിന്നും എന്ത് ചെയ്യുന്നു? ആർ കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ എന്തായിട്ട് മാറും? ആർ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും? ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു 1 പ്ലസ് 1/SRC. സോ ആറും ആറും ക്യാൻസൽ ആയി പോയി. സോ വി സീറോ ഓഫ് എസ് ഡിവൈഡഡ് ബൈ വി ഐ ഓഫ് എസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് SRC. ഓക്കെ, 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എന്തായിരിക്കും കിട്ടിയത്? SRC എന്നാണ് കിട്ടിയത്. ദെൻ ഞാൻ എന്താ ചെയ്യുന്നത്? 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എന്ത് കിട്ടി? SRC എന്നാണ് കിട്ടിയത്. ദെൻ ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൾട്ടിപ്ലൈയിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ആയിരിക്കും ചെയ്യുന്നത്? ബൈ എസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? വി സീറോ ഓഫ് എസ് ഡിവൈഡഡ് ബൈ വി ഐ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 1/1 പ്ലസ് SRC. ന്യൂമറേറ്ററിനെ എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യാണ്? എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ എസ് പ്ലസ് എന്തായിരിക്കും വരുന്നത്? ദാറ്റ് ഈസ് ഹിയർ എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ എസ് പ്ലസ് ആർ സി. ഓക്കെ, എസ് പ്ലസ് 1/RC. എസ് പ്ലസ് എന്തായിരിക്കും വരുന്നത്? സോ ഹിയർ നമുക്ക് 1 പ്ലസ് 1/SRC. സോ എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? എസ് പ്ലസ് എസ് ബൈ SRC. സോ 1/RC. സോ എന്തായിരിക്കും വരുന്നത്? 1/RC. സോ എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് 1/RC എന്നായിരിക്കും വി ഔട്ട് ബൈ വി ഐ ഓഫ് എസ് കിട്ടുന്നത്. ഓക്കെ, വി നോ ദാറ്റ് നമ്മൾ വി ഐ ഓഫ് എസ് ദാറ്റ് ഈസ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന എന്താണ്?
വി ആണ്. സ്റ്റെപ്പ് ഇൻപുട്ട് ഓഫ് വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് വി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻപുട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വണ്ണിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്, 1/s ആണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് v into 1, ദാറ്റ് ഈസ് v ഒരു കോൺസ്റ്റന്റ് ആണ്, v into 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും പറയുന്നത്, v/s. സോ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് v എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, v/s. ദാറ്റ് ഈസ് എന്തായിരിക്കും, vi of s ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്, എന്തായിരിക്കും കിട്ടുക, v/s ആയിരിക്കും കിട്ടുക. സോ നമ്മുടെ ഇക്വേഷൻ v0 of s, ഔട്ട്പുട്ട് ഇക്വേഷൻ ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇക്വേഷൻ v0 of s by vi of s എന്ന് പറയുന്നത് എന്താണ്, s divided by s plus 1/rc ആണ്. സോ ഹിയർ എന്തായിരിക്കും ചെയ്യുന്നത്, vi of s നെ അങ്ങ് അപ്പുറം കൊണ്ടുപോവാണ്. സോ v0 of s, ഔട്ട്പുട്ട് ഇക്വേഷൻ v0 of s എങ്ങനെ എഴുതാൻ പറ്റും, s divided by s plus 1/rc into vi of s. ഓക്കെ, vi of s എന്താണ്, is equal to v/s ആണ്. സോ v0 of s is equal to s divided by s plus 1/rc into vi of s which is equal to v/s. സോ s ഉം s ഉം എന്തായി പോയി, ക്യാൻസൽ ആയി പോയി. സോ നമുക്ക് v0 of s എങ്ങനെ കിട്ടി, v0 of s equal to v divided by s plus 1/rc. ഓക്കെ, v divided by s plus 1/rc എന്നാണ് കിട്ടുന്നത്. Then taking the inverse Laplace transformation of this v0 of s. ഇനി എന്താ ചെയ്യുന്നത്, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് v0 of s ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് v0 of t is equal to എന്തായിരിക്കും വരുന്നത്, v കോൺസ്റ്റന്റ് ആണ്, 1 divided by s plus 1/rc. അപ്പൊ 1/s plus 1/rc എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, e raised to minus, that is inverse Laplace transformation of 1/s plus 1/rc. inverse Laplace transformation of 1/x plus a എന്ന് പറയുന്നത് എന്തായിരിക്കും, e raised to minus a. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്, which is equal to e raised to v into e raised to minus t divided by എന്തായിരിക്കും, rc. ഓക്കെ, സോ വി ഔട്ട് ഈസ് ഇക്വൽ ടു വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ആർ സി ആണ് വരുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് വി ഔട്ടിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. v0 of t is equal to v into e raised to minus t by rc. ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് യൂസ് ചെയ്തപ്പോഴും v0 is equal to v into e raised to minus t by rc ആണ് കിട്ടിയത്. അപ്പോൾ സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് യൂസ് ചെയ്തപ്പോഴും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് യൂസ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയ വി ഔട്ട്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്, സെയിം ആണ്. ദാറ്റ് ഈസ് v0 of t is equal to v into e raised to minus t by rc. യൂസിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് v0 is equal to v into e raised to minus t by rc. ഓക്കെ, സോ നമ്മൾ എന്തായിരിക്കും, സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള വി ഔട്ടിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുമ്പോൾ വി ക്യാൻ യൂസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡും യൂസ് ചെയ്യാം, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡും യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഓക്കെ, അപ്പൊ നമുക്ക് വി ഔട്ടിന്റെ ഇക്വേഷൻ ഉണ്ട്. വി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് വി എന്ന് പറയുന്നത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് വി അപ്ലൈഡ് ടു ദ സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. സോ ഇ റൈസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ ആർ സി ആണ്. ഓക്കെ, വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ആർ സി ആണ്. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇക്വേഷൻ, ദാറ്റ് ഈസ് വെൻ എ സ്റ്റെപ്പ് ഇൻപുട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് വി ഈസ് അപ്ലൈഡ് ടു ദ ഇൻപുട്ട്. അപ്പം ഇൻപുട്ടിലേക്ക് നമ്മളൊരു സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വിത്ത് ആംപ്ലിറ്റ്യൂഡ് എന്താണ്, വി ആണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഔട്ട്പുട്ട് നമുക്ക് വരയ്ക്കാം. സോ ഔട്ട്പുട്ട് ഡിക്കേ ചെയ്യുന്നുണ്ട്, ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നുണ്ട്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ആദ്യം പറഞ്ഞു അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. ഇനിഷ്യൽ സ്റ്റേറ്റിലാവുമ്പോൾ നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഫുള്ളി ഡിസ്ചാർജ് ആയിട്ടിരിക്കുകയാണ്. സോ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്തായിരിക്കും, 0 ആയിരിക്കും. വെൻ ടി ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നു. അറ്റ് ദാറ്റ് ടൈം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നു. എന്നിട്ട് ടൈം എന്ന് പറയുന്നത് എത്രയിലെത്തി, ഇൻഫിനിറ്റിയിലെത്തി. ദാറ്റ് ഇസ് ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിലെത്തുമ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, ദാറ്റ് ഈസ് കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി. സോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്താണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അത് അക്രോസ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വരും. ദെൻ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഒന്നുമില്ല, ഇറ്റ് വിൽ ബി 0 ആയിരിക്കും. സോ അതാ പറയുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് എന്താ, കപ്പാസിറ്റർ ബിഗിൻസ് ടു ചാർജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. കാരണം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് എടുത്തേക്കുന്നത്. സോ v0 ഈസ് ഈക്വൽ ടു, അപ്പോൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ കേസസിനെ
എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് V0 is equal to V into e raised to minus t by RC എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഞാൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഞാൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. V0 is equal to V into e raised to minus t by RC for t is equal to 0. അപ്പൊ ആദ്യം t 0 ആവുമ്പോൾ നമ്മുടെ V ഔട്ടിന്റെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? V out is equal to V into e raised to t0 ആണ്. ദാറ്റ് മീൻസ് e raised to 0. e raised to 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1. സോ V0 is equal to V into e raised to 0. e raised to 0 എന്താണ്? 1. സോ V0 is equal to എന്തായിരിക്കും വരുന്നത്? V at t is equal to 0. Then അടുത്ത കണ്ടീഷൻ t is equal to infinity. ഓക്കെ, at t is equal to 0 V0 എന്ന് പറയുന്ന V ആയിരുന്നു. ഇനി t ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്തായിരിക്കും വരുന്നത്? V out എന്ന് പറയുന്നത് V into e raised to minus t by RC ആണ്. സോ ഹിയർ t ക്ക് എന്ത് കൊടുക്കാണ്? ഇൻഫിനിറ്റി കൊടുക്കാണ്. സോ V0 is equal to V into e raised to minus infinity. e raised to minus infinity എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 ആണ്. സോ V0 is equal to V into എന്തായിരിക്കും? e raised to minus infinity 0. സോ എന്തായിരിക്കും വരുന്നത്? 0. അപ്പൊ V out എന്തായിരിക്കും? at t is equal to infinity V out എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടിയത്. സോ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്രീക്വൻസി റെസ്പോൺസ് ഫോർ ദ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വോൾട്ടേജ്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് V y ആക്സിസിൽ, എക്സ് ആക്സിസിൽ എന്തായിരിക്കും? നമ്മുടെ ടൈം t ആണ്. ഓക്കെ, ടൈം t ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് വിയും എക്സ് ആക്സിസിൽ എന്താണ്? ടൈം ടിയും ആണ്. ഹിയർ നമ്മളെ സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാവിംഗ് എന്തായിരിക്കും? വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് V ഉള്ള ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഹിയർ V ആംപ്ലിറ്റ്യൂഡിലുള്ള സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, ദെൻ അറ്റ് t0 ഫസ്റ്റ് കേസ് എന്താണ്? t0 ആകുമ്പോൾ V ഔട്ട് എന്താണ്? നമുക്ക് V ആണ്. ഓക്കെ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യം നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? V ആണ്. സോ എന്തായിരിക്കും? നമ്മൾ ആദ്യം V എന്ന് പറയുന്ന ഒരു ദിസ് ലൈൻ റെപ്രസെന്റ് ദ ഇൻപുട്ട് ദാറ്റ് മീൻസ് സ്റ്റെപ്പ് ഇൻപുട്ട് വിത്ത് ആംപ്ലിറ്റ്യൂഡ് V. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ t0 ആകുമ്പോൾ V0 എന്താണ്? നമുക്ക് V ആണ് കിട്ടിയത്. സോ അറ്റ് t is equal to 0. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? t is equal to 0 എന്ന് പറയുന്നത്. അപ്പൊ t is equal to 0 V out എന്ന് പറയുന്നത് എന്തായിരിക്കും? V ആയിരിക്കും. സോ V out എന്ന് പറയുന്നത് എന്തായിരിക്കും? V ആയിരിക്കും. ഓക്കെ, V out V ആണ്. ദെൻ എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു എന്തായിരിക്കും? ഇനിഷ്യൽ കണ്ടീഷനിൽ നമുക്ക് ഫുൾ ദാറ്റ് ഈസ് കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? എന്ത് ഇൻപുട്ട് കൊടുത്താലും അത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും വരുന്നത്. സോ V out എന്ത് തന്നെയായിരിക്കും? V തന്നെയായിരിക്കും. സോ ഫസ്റ്റ് കണ്ടീഷൻ അത്. ഇനി നമ്മൾ t greater 0 ആവുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു? കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ കുറയും എന്നാണ് പറഞ്ഞത്. സോ എന്തായിരിക്കും? വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്യും. സോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അതായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യായിരിക്കും? ഡിക്രീസ് ചെയ്യാണ്. ദാറ്റ് ഈസ് t കൂടി വരുമ്പോൾ എന്തായിരിക്കും? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്ത് വരുന്നു. മീൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിട്ട് വരുന്നു? ഡിക്രീസ് ചെയ്ത് വരെയാണ് ചെയ്യുന്നത്. ഇനി എവിടെ എത്തി? t എന്ന് പറയുന്നത് ലാസ്റ്റ് കണ്ടീഷൻ. t എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലെത്തി. അപ്പൊ t ഇൻഫിനിറ്റിയിലാവുമ്പോൾ V out എന്ന് പറയുന്നത് എന്തായി? 0 ആയി. ദാറ്റ് മീൻസ് എന്തായിരിക്കും? കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഫുള്ളി ചാർജ്ഡ് ആയി. ദാറ്റ് ഈസ് ഔട്ട്പുട്ടിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് V out എന്ന് പറയുന്നത്. അവിടെ എന്തായി പോയി? 0 ആയി പോയി. സോ എന്തായിരിക്കും? t ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ എന്തായിരിക്കും? V out ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും.